ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗിനർ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ആദ്യമേ തെറ്റിക്കാണ് ഗായ്സ്. 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ എത്തിയിരിക്കുന്ന പറയുമ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ഹോപ്പറും ഹോപ്പറും പിന്നെ റെയിലുണ്ടാക്കേണ്ട ഒരു സാധനമൊക്കെ തപ്പി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ നമുക്കൊരു പ്രശ്നം പറ്റി ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. വഴി കാണുന്നില്ല. ഓക്കെ, അതെ, ഇത് പഴയ വേൾഡല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മൈൻക്രാഫ്റ്റ് ചെറുതായിട്ടൊന്ന് ഡിലീറ്റായി പോയി. അപ്പം ഞാൻ ജസ്റ്റ് പുതിയൊരു മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ വേൾഡല്ല, ഞാൻ ബാക്കപ്പ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അത് ബാക്കപ്പ് എടുക്കാൻ പറ്റൂ. ഞാൻ നോക്കിയിട്ടില്ല, കുറച്ചേക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റീവിലോട്ട് കയറി ഒരു വീടും പണിഞ്ഞ്. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാ സാധനവും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. നമ്മൾ ആകപ്പാട് എടുത്ത് വെച്ചിരുന്നു. ഫുഡ് എടുത്ത് വെച്ചിട്ടില്ല. ഇതിനകത്ത് ഈ ചെസ്റ്റിനകത്തൊന്നും എടുത്ത് വെച്ചില്ല കേട്ടോ. ഒരു സ്റ്റാക്ക് ടോർച്ച് എടുത്ത് വെച്ചു. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ മറ്റേ കുഴി നമ്മുടെ അവിടുത്തെ കേവ് ഇത് ചെയ്യാൻ പോയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവിടെ നിന്ന് എനിക്കൊരു 20 അയൺ ഇത് കിട്ടിയായിരുന്നു. അത് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ എക്സിറ്റ് ആയത്, സേവ് ചെയ്തത്. പക്ഷേ ഒന്നും ചെയ്യാൻ എന്തോ ഒരു സാധനമില്ല, എല്ലാ സാധനവും പോയി. പിന്നെ നമ്മുടെ ആകപ്പാടുള്ളതെന്ന് പറയുമ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോപ്പറും സാധനമെല്ലാം. ഹോപ്പർ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളത്, പക്ഷേ 64 എണ്ണം ഉണ്ട്. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. എന്തോ ചെയ്യാനാണ് ഗൈസ്, നമുക്ക് അബദ്ധം പറ്റി. ഇനിയിപ്പം നമുക്ക് ഈ സീരീസ് ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ തുടങ്ങാമെന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഈ സീരീസ് തന്നെ തുടങ്ങി എല്ലാവർക്കും ബോറടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു മലയുടെ മേളിൽ വീട് പണിഞ്ഞു ഗൈസ്. എന്നിട്ട് ഇവിടെ കുറേ ടോർച്ചും കുത്തി വെച്ച് ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. തോൻ്റെ ഗൈസ് നമ്മുടെ വീട് കാണാൻ പറ്റുന്നു. വലിയ ലുക്കൊന്നുമില്ല വീടിന്. ഇവിടെ ഒരു കേവൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ഫുഡാണ് ഗൈസ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഫുഡില്ല നമുക്ക് ഈ ഹേബലെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാകാം. ഇപ്പോൾ ഫിഷ് ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് പറഞ്ഞില്ല, നമ്മുടെ ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ് ഞാൻ പറയാം. നമുക്ക് ഈ വീഡിയോയ്ക്ക് 3 ഒബ്ജക്റ്റീവാണ് ഗൈസ് ഉള്ളത്. ഒന്നാമത്തേന്ന് പറയുമ്പം ഒരു ഫിഷ് ഫാം ഉണ്ടാക്കണം. രണ്ടാമത്തേന്ന് പറയുമ്പം ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അതുവഴി നെതറിൽ പോകണം. ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ എയിമെന്ന് പറഞ്ഞാൽ. ഞാൻ സ്പോണായത് ഒരു സ്ഥലത്താണ് ഗൈസ്. അവിടെ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ആ പോർട്ടൽ ശരിയാക്കാം. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പം പോർട്ടൽ ഉണ്ടാക്കാനായിട്ട്. ഞാൻ പിന്നെ ഒരു 5 ഒബ്സ്റ്റീഡിയനും കൂടെ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ വില്ലേജ് തന്നെ ഇങ്ങനെ തപ്പി നടന്നപ്പം അതിനകത്തൊരു 5 ഒബ്സ്റ്റീഡിയൻ നമുക്ക് എവിടെ നിന്നോ ഈ വില്ലേജിൽ ഇരുന്ന് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് നിന്ന്. അപ്പം അതുണ്ടായതുകൊണ്ടും കൂടാണ് ഞാൻ എല്ലാ റിസോഴ്സൊന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഒരു 5 ഒബ്സ്റ്റീഡിയനും കൂടെ എവിടെ നിന്നോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഫുഡാക്കാം. കുറച്ച് ഫുഡ് ഉണ്ടാവട്ടെ. ഇത് വെച്ചിട്ട് വീറ്റ് ഉണ്ടാക്കണം. ഒരു സ്റ്റാക്ക് 35 എണ്ണം ഉണ്ട് ഗൈസ്. ഇനി ഇത് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ഇപ്പം ബ്രെഡാണ്. നമുക്ക് കുറച്ച് ക്യാരറ്റ് ഫാം എവിടെയെങ്കിലും ക്യാരറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം ഗൈസ്. അതിന് ക്യാരറ്റ് ഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് 33 ബ്രെഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒട്ടും ഹങ്കറില്ല, അതുകൊണ്ട് ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എയിമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫാം ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നമ്മുടെ കയ്യിൽ ചെയ്യുന്ന സാധനം എല്ലാം എടുത്ത് ഇങ്ങോട്ട് വച്ചേക്കാം. നമുക്കതിന് തൊരണം മതി. ഓക്കെ, നമുക്കൊരു ബക്കറ്റ് ഓഫ് ഫിഷ് വേണം. ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി സാധനം വേണം ഗൈസ്. നമുക്കൊരു ട്രാപ്പ് ഡോറും കൂടെ, 3 ട്രാപ്പ് ഡോറും കൂടെ വേണം. അതിന് നമുക്ക് മരം വെട്ടണം. അപ്പം ഞാൻ അവിടെ കാണുന്ന മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരാം ഗൈസ്.
പിന്നെ ഞാൻ ഈ വില്ലേജ് എല്ലായിടത്തും നോക്കിയിട്ടില്ല. അങ്ങും അങ്ങുമൊക്കെ കയറി നോക്കിയിട്ടുള്ളൂ. നമുക്ക് ഈ വില്ലേജിലെ ലൂട്ടൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. അയ്യോ, വെള്ളത്തിൽ പോയി ചടക്കനയിലൊക്കെ ഓടി കിടക്കുന്നു. നോക്ക്, ഒരു അയൺ ഫാം ഉണ്ടാക്കണം. എൻ്റെ ഹോപ്പർ ആവശ്യത്തിന് ഇപ്പം, പക്ഷെ ബാക്കിയുള്ള റിസോഴ്സസ് കളക്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഇനി ഫുൾ ഓൺ ഗൈസ്. നമുക്ക് ആദ്യത്തെ ഫാമാണ് നമ്മുടെ ബിഗിനർ സീരീസിൽ ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ ഫാം ഗൈസ്. കുറച്ച് മരം വെട്ടി വെച്ചേക്കാം, കല്ലൊന്നുമില്ല. എത്ര സ്റ്റാക്ക് മറ്റേ കോബിൾ സ്റ്റോൺ ആരെന്ന് അറിയാതെ മൈൻഡ് ചെയ്തുകൊണ്ട് വെച്ച് ഞാൻ ആ കേവ് മൈനിങ്ങിന് പോയപ്പോഴും എനിക്ക് കുറേ സ്റ്റാക്ക് ഇത് കിട്ടി. പിന്നെ ഇവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ 20 അയൺ ഞാൻ കഷ്ടപ്പെട്ട കുഴിയൊക്കെ മാന്തി കണ്ടുപിടിച്ച് എടുക്കാൻ വയ്യ. ഇനി അടിയുണ്ട് ഇവിടെ. ബാക്കിയൊക്കെ പിന്നെ ഒന്ന് അവർക്കിയ. ഇനി നമുക്ക് പോയി ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൈ വെക്കണമെന്ന് വെച്ചതാണ്. ഉണ്ടാക്കാം, ഇഷ്ടംപോലെ കൂട്ടിയിരിപ്പുണ്ട്. കൂട്ടല്ലേ? അയ്യോ സോറി ഗൈസ്, ഞാൻ എന്താണ് കാണിച്ചത്? വരുന്നില്ല. ഞാൻ എന്തോ ഉണ്ടാക്കി വെച്ചു. എനിക്ക് നമുക്ക് ഒരു സ്റ്റാക്കും 16 എണ്ണം കിട്ടി ഗൈസ്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് എവിടെ ഉണ്ടാക്കാം? നമുക്ക് ഫാമിംഗ് ഏരിയ ഒരിടത്ത് സെറ്റ് ചെയ്യാം. നമ്മുടെ വീട് ഇറങ്ങി വരുന്നത് ഇവിടാണ്. ഇപ്പോൾ പാവമായതോളം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന നോക്കും. 2 അടി കൊണ്ടോ ചാവുന്ന അവസ്ഥയിൽ നിൽക്കുമോ. എൻ്റെ ഈ തരാൻ അയണില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതൊക്കെ തന്നേനെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം കേസ് ഓരോ ഫാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ട്രാപ്പ് ഡോർ ഉണ്ടാക്കില്ല. വെയിറ്റ്, ഈ ട്രാപ്പ് ഡോർ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ജസ്റ്റ് അങ്ങോട്ട് നമ്മുടെ വീഡിയോ എടുക്കുന്നതിനോട്ട് കണക്ട് ചെയ്തിട്ട് 2 3 ഒരെണ്ണം എടുത്തിട്ട് 2 വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഉണ്ടാക്കാം. അതിന് ഇവിടുത്തെ ഇതെല്ലാം വെട്ടി നിരത്തിട്ട് ഓക്കെ. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കണം. ഇങ്ങോട്ടുണ്ടാക്കാം. ആദ്യമേ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഗീസ് ഒരു ചെസ്റ്റാണ്. 64 എണ്ണം ഇരിപ്പുണ്ട്. നമ്മൾ ഒരു ചെസ്റ്റ് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് സ്നീക്ക് ചെയ്തിരുന്നിട്ട് അതിൻ്റെ ചുറ്റും സൈൻ ബോർഡ് വെച്ച് കൊടുക്കണം. ഞാൻ നമ്മുടെ ഇതിന് ഷീൽഡ് എന്നിടത്ത് മാറ്റിട്ട് ഓക്കെ ഗൈസ്. ഇതിൻ്റെ 3 സൈഡിലും നമുക്ക് നമ്മുടെ സൈൻ ബോർഡ് വെച്ച് കൊടുക്കണം ഗൈസ്. എന്നിട്ട് നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, അങ്ങോട്ടല്ല, ഇവിടെ നിന്നിട്ട് ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് ഈ ട്രാപ്പ് ഡോർ അടയ്ക്കണം ഗൈസ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇങ്ങനെയല്ല, പിന്നെയും തെറ്റിപ്പോയി. ഇത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ഇച്ചിരി വിവരം കൂടിപ്പോകണ്ടേ. ഓക്കെ, ഇനി ചെയ്യാം. ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് നടത്തു. അങ്ങനെ അല്ല, ഈ ട്രാപ്പ് ഡോർ വെക്കുമ്പോൾ ശരിയാവുന്നില്ല. വെയിറ്റ്, ഇത് എന്താ വരുന്നത്? ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ആക്കണം. ഇപ്പോൾ കറക്റ്റായി. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഇതും കറക്റ്റായി. ഇവിടെ നിന്നിട്ട് ഇവിടെ വെട്ടുക. ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് ഓക്കെ. ഇങ്ങനെ ആക്കണം. ഇതാണ് നമുക്ക് വേണ്ടുന്ന സാധനം. ഒരു ബക്കറ്റാണ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ചെസ്റ്റിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ഒരു എൽ ഷേപ്പിൽ കുഴിച്ചെടുക്കണം ഗൈസ്. ഇത് അടിയിലോട്ട് 4 ബ്ലോക്ക് വേണം. അതായത് ഇപ്പോൾ 1 2 3 4 ഓക്കെ. നമ്മൾ അടിയിലോട്ട് 4 എണ്ണം കുഴിക്കണം. എന്നിട്ട് ഇതും കൂടെ അങ്ങ് മുറിച്ച് മാറ്റണം. എല്ലാം മുറിക്കേണ്ട, 2 എണ്ണം മുറിച്ചു. ഇത് 3 എണ്ണം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറയുമ്പം ഇത് ഒരു 2 ഡബിൾ ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കണം.
എന്നിട്ട് ഹോപ്പർ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കണക്ട് ചെയ്ത് വെക്കണം ഗൈസ്. അതിന് മുമ്പ് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ മറന്നു ഗൈസ്. ഞാനെന്ത് പൊട്ടൻ തന്നെ ഇപ്പോഴും. ഓക്കെ, ഞാൻ റെയിലുണ്ടാക്കാൻ പിന്നെയും മറന്നു. അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാൻ മറന്നു ഗൈസ്. ഞാനേ പെട്ടെന്ന് പോയിട്ട് ഒന്ന് സ്മെൽറ്റ് ചെയ്തുകൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് രാത്രി മിന്നി മറന്നു ഗൈസ്. ഇത് ചെയ്യാനാന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒറ്റ ഇതിനകത്ത് 16 റെയിൽ കിട്ടി. ക്രീപ്പർ സൂക്ഷിക്കണം. ഒരു ബോർഡ് എഴുതി വെക്കാം, ക്രീപ്പർ ഉണ്ട് സൂക്ഷിക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ താഴോട്ട് വയ്ക്കാം. ഇതിനകത്ത് അങ്ങനെ വന്നിരുന്ന് പൊട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ക്രീപ്പർ ആദ്യം നമുക്ക് ഈ ചെസ്റ്റിനകത്ത് കണക്റ്റ് ആയി നോക്കണം. അതിന് നമുക്കൊരു ഡേർട്ടിനകത്ത് ത്രോ ചെയ്ത് നോക്കാം. എടുത്തിട്ട് അല്ല ഈ മണ്ടയ്ക്കോട്ട് വരുന്നിട്ട് മതി. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. നല്ല ഇരിക്കട്ടെ. പൊട്ടിക്കണ്ടായിരുന്നല്ല. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് സ്നീക്ക് ചെയ്ത് നിന്നിട്ട് റെയിൽ വെക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ റെയിൽ അങ്ങ് പൊട്ടിച്ചോളാം. ഓക്കെ, എന്ത് ഓക്കെ റെയിൽ അതെന്ത് തെണ്ടിത്തര കാണിച്ചേ. പക്ഷേ അത് തെന്നിപ്പോയി ഗൈസ്. ഇതെങ്ങനെ തെന്നിപ്പോയെന്ന് മനസ്സിലായില്ല. എന്തായാലും തെന്നിപ്പോയിട്ടുണ്ട്. ഇത് മനസ്സിലായില്ല അതങ്ങനെ തെന്നിപ്പോയെന്ന്. അവിടെ അല്ലേ റെയിൽ പൊട്ടിക്കിട്ട് റെയിലിനകത്ത് നോക്കിയിട്ട് റെയിൽ പൊട്ടിക്കണം. ഓക്കെ, ഇപ്പം ശരി. ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് വേറെ സാധനം വേണമായിരുന്നു മറന്നെടുക്കാൻ. തടിയില്ല കൈ. ഞാൻ പൊട്ടനായിപ്പോയല്ലോ ഗൈസ്. ഞാൻ ആ സൈൻ ബോർഡ് പിന്നെ അവിടെ ചെസ്റ്റിനകത്ത് വെച്ചിരിക്കുമ്പോൾ ഒരു സൈൻ ബോർഡ് അത് മതിയോ? ഒറ്റൊരു സൈൻ ബോർഡ് മതിയോ? ഇത് ചെയ്യാനാന്ന് പറ. കയറി ഇറങ്ങി ചാവൂടായിരുന്നു. അതിനകത്ത് സ്മെൽറ്റ് ആവുന്നു. റെയിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് റെയിൽ അവിടെ വെച്ചിട്ട് സൈൻ ബോർഡ് എടുത്തോണ്ട് പോകട്ടെ. ഓടിക്കോ ലൈഫ് പറഞ്ഞു ഒന്നുകൂടെ. പെട്ടെന്ന് എത്തി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് താഴോട്ടൊന്ന് കുഴിക്കണം. ഒരു സൈൻ ബോർഡ് എടുത്തിട്ട് ഇവിടെ നോക്കി ഇതാണ്ട് നമുക്ക് ആ ആദ്യത്തെ ബ്ലോക്കല്ല, അതിൻ്റെ മൈൻ കാർട്ട് ഇരിക്കുന്ന ബ്ലോക്കിൻ്റെ അവിടെ നോക്കിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഒരു ബക്കറ്റ് ലാവ എടുക്കുക. അവിടെയും കൂടെ നടക്കണമായിരുന്നു വേസ്റ്റ് നടന്നു. എൻ്റെ അവിടോട്ട് അയ്യോ ചെസ്റ്റിലല്ല, അവിടെ ഒന്ന് നടക്കണം. അവിടെ ഇല്ല, നോക്കട്ടെ. ചെസ്റ്റ് ഇരിക്കുന്നതിനെ മണ്ടക്കത്തെയാണ് തോന്നുന്നു അടഞ്ഞത്. ഇത് അടക്കണം. എന്നിട്ട് അത് പൊട്ടിച്ചോടാ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ലാവ ബക്കറ്റ് എടുക്കുക. എന്നിട്ട് കൊണ്ട് വെച്ച് കൊടുക്കുക. ഇവിടെ അല്ലായിരുന്നു. ഇപ്പം എല്ലടാ കത്തിപ്പോയാൽ. രണ്ടാമത്തെ ബ്ലോക്ക് ഉണ്ടോ? രണ്ടാമത്തെ ബ്ലോക്ക് അവിടെ ഒഴിക്കണം. അവിടെ അവിടെ വീഴുന്നില്ല. വൈ എന്താ കുഴപ്പമുണ്ട്? 4 ബ്ലോക്ക് ഹൈറ്റ് ഇല്ല അടിയിലോട്ട്. 1 2 3 4 എന്ത് കുഴപ്പം അറിയില്ല. അയ്യോ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ശരിയായി തരാം. നോക്കട്ടെ. ലാവ ബക്കറ്റ് എടുക്കുക, ഇങ്ങോട്ട് ഒഴിക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നുമില്ല.
ആ സേഫ്റ്റി ഞാൻ പിന്നെ ചെയ്തോളാം. ഇനി നമുക്ക് ബക്കറ്റ് വേണം. നേരെ നമ്മൾ ഇവിടുത്തെ കടലോട്ട് ചാടണം. നിങ്ങൾക്ക് അവിടെ കടലുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചാടണം. ഞാനിപ്പോൾ ഒരു മീനെ പിടിച്ചോണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് കുറേ നേരം, ഏതാണ്ട് അരമണിക്കൂർ കണ്ട് ഞാൻ വെള്ളത്തിൽ കിടന്ന് കളിച്ച് എനിക്ക് ഇതുവരെ മീൻ കിട്ടിയില്ല. മീനകത്തുണ്ട്, പക്ഷേ കുറേ ഡ്രൗണിനകത്ത് നിന്ന് എന്നെ ട്രൈഡൻറ്റ് വെച്ചാൽ അടിക്കുന്നു. എന്ത് ചെയ്യാൻ. പിന്നെ നമുക്ക് ചെറിയ പ്രശ്നം പറ്റി. ഇവിടെ 4 ബ്ലോക്ക് അല്ലെങ്കിൽ 5 ബ്ലോക്ക് ഗ്യാപ്പ് കൊടുക്കണം. കാരണം രാവെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനകത്ത് ഇരിക്കണം. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പം നമുക്ക് ബക്കറ്റ് ഓഫ് ഫിഷ്. പിന്നെ ഞാൻ അവസാനം എൻ്റെ ബക്കറ്റ് ഒരു ട്രേഡറിൻ്റെ കൊടുത്ത് ട്രേഡ് ചെയ്തിട്ട് 3 എമറാൾഡ് ഇനി അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ സാധനം വാങ്ങിച്ചു ഗൈസ്. ഓക്കെ, ഈ ബക്കറ്റ് ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇവിടെ ഈ ചെസ്റ്റിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അയ്യോ, അങ്ങനല്ല, ഇരുന്നിട്ട് ചെസ്റ്റിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കേ. അവിടെ അല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് കറക്റ്റ് പറയാനാണെങ്കിൽ മനസ്സിലാ. അയ്യോ അയ്യോ, പോലെ പോലെ പോലെ, എടാ പോയടാ പോയടാ, അതും പോയടാ, ചാടല്ലേ. ഓക്കെ, അങ്ങനെ അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. എടാ ഇവിടെ വന്ന് വീഴടാ മാറിയൊന്നു. അയ്യോ, അടിച്ചല്ല. എവിടെ ഒഴുകി പോന്ന്? ഇതിനെ തിരിച്ചെടുക്കുന്നത് മറന്നുപോയി. അതിന് എന്തോ ഒരു ബക്കറ്റ് വെള്ളം. അയ്യോ അയ്യോ അയ്യോ, മറന്നുപോയി. ഒരു പൊട്ടത്തരം കാണിക്കാനായിട്ട് ഇങ്ങനെ നടന്നോളൂ. ഇവിടെ കൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. എന്നിട്ട് മറന്നോ ഇതൊക്കെ. കുറേ കാലമായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് സമയം പോയി. ചാവല്ലേ, അതിനെ അങ്ങ് കുത്തിപ്പിടിക്കാൻ കണ്ടല്ലായിരുന്നു, മറന്നുപോയി. അയ്യോ, ഇതെങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത്? പിടിച്ച മീൻ കൊണ്ട് മിക്കവാറും ഞാൻ മീനും തപ്പി പിന്നെയും പോകേണ്ടി വരും. പ്ലീസ് ഒന്ന് ചത്തുകൂടി ഒന്ന് അവിടെ കിടന്നു. ചത്ത്. അയ്യോ, ഓക്കെ കിട്ടി. ഇത് മീനെ കൊണ്ട് പെടുന്ന പാടേ. ആണ്ട് ഒരു ബ്ലോക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ക്രൗച്ച് ചെയ്തിരുന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഒഴി. ചെസ്റ്റിൻ്റെ മണ്ടയ്ക്കല്ലല്ലേ. അയ്യോ, അത് വീഴുന്നില്ല വെള്ളം. ആ, എന്തോ പറ്റി ഗൈസ്. ഈ മീനെയും കൊണ്ട് ഞാൻ തോറ്റ്. എടാ, അതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം വീഴുന്നില്ല. വെയിറ്റ് ഗൈസ്. ഓക്കെ, നമുക്ക് അതിവിദഗ്ധകരമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കയ്യിലിരിക്കുന്ന സാധനമെല്ലാം വെച്ചിട്ട് നമുക്ക് പോർട്ടൽ ശരിയാക്കാൻ പോകാം ഗൈസ്. അത് ഇനി നടക്കും. മറ്റേ നടക്കുന്നില്ല. എന്ത്, ഈ സാധനം ഭയങ്കര പ്രഷ്യസാണ്. എന്തോ ആ വെള്ളത്തിനകത്ത് ഇറങ്ങുമ്പോൾ അവിടെ കുറേ ഡ്രൗൺ ഞാൻ അടിച്ചടിച്ച് എനിക്കെൻ്റെ ദേഷ്യമെല്ലാം കയറി. ഞാൻ പിന്നെ അവിടെ നിന്ന് പോയിരുന്നു. അതെന്നെ ഒരു വട്ടം കൊല്ലുകയും ചെയ്തു ഗൈസ്. പക്ഷേ അത് ചെയ്യാനാണെന്ന് പറയാം. മനുഷ്യന് മര്യാദയ്ക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട. അപ്പോൾ ഞാൻ ഈ കയ്യിലിരിക്കുന്ന സാധനമെല്ലാം ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒബ്സീഡിയനും എടുത്തുകൊണ്ട് അങ്ങ് പോകാം. നമുക്ക് ഒബ്സീഡിയനും എടുത്തിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. 5 ഒബ്സീഡിയൻ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. കറക്റ്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കി. നമുക്കൊരു ഗോൾഡൻ ആക്സ് ഉണ്ട്, ഒരു ഫയർ ചാർജ്, 2 ഫ്ലിൻറ്റ് ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് ഈ പോർട്ടൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റി എങ്ങാനും തെറ്റിച്ചാൽ വെക്കുന്നെങ്കിൽ എല്ലാം തീർന്നു. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എനിക്ക് ആലോചിക്കട്ടെ എങ്ങനെയാണെന്ന് മറന്നു. ഓക്കെ, ഇവിടെ ഇറങ്ങണം.
ഇത്രയിലുള്ളായിരുന്നു. ദൈവമേ, തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. തെറ്റി ഇവിടെ പോടാ. ഇപ്പം നെതർ പോർട്ടൽ അടുത്ത കാലത്തെങ്ങും ഉണ്ടാക്കാൻ പറ്റൂല. ഒന്നുകൂടെ മേലോട്ട് വെച്ചിട്ടായിരുന്നു. ചതുരക്കട്ടണക്കായിപ്പോയി. നോക്കട്ടെ ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടും ഈ എപ്പിസോഡുമായി റബ്ബർ ബാൻഡ് പിടിച്ച അവസ്ഥയിൽ പോയി ഗൈസ്. അയ്യോ, അവിടെയും പോയി. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ ഫിഷ് ഫാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. കാരണം അത് വേറൊരു പണി കൂടെ ചെയ്യാനായിരുന്നു. ഒരു ബക്കറ്റ് ഫിഷ് കയറ്റിയിട്ട് ആ ചെസ്റ്റിനകത്ത് വാട്ടർ ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അത് ആ ചെസ്റ്റിനകത്തോട്ട് നോക്കി വെള്ളം കുത്തിയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് മീനെ കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടിയും വലിയൊരു റബ്ബർ ബാൻഡ് അവസ്ഥയായി പോയി. അയ്യോ, എൻ്റെ അവസ്ഥ നോക്കും. ഞാനത് ചിന്തിച്ചില്ല ഒരു കട്ടയുടെ മേലോട്ട് വെക്കണമെന്നുള്ള കാര്യം. ഇതിനി എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ എൻഗാ ഡോഗ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.